എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വെൽക്കം ടു പണിപ്പാളി വിത്ത് മീ രാകേഷ്. പണിപ്പാളി വന്ന് ഒരു പ്രാങ്ക് ഗെയിം ഷോ ആണ്. സോ ഈ പണിപ്പാളി എല്ലാവർക്കും അറിയും. നമ്മൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ടിനെ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പറയും. സോ അങ്ങനെ പ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്താൽ അവരിന് അടിപൊളിയായ ക്യാഷ് പ്രൈസ് നമ്മൾ തരുന്നുണ്ട്. സോ ഇന്നത്തെ പണിപ്പാളി എപ്പിസോഡിൽ അതേപോലെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർ എങ്ങനെ പ്രാങ്ക് ചെയ്ത് പൈസ വിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കാം. റെഡിയാ? വെൽക്കം ടു പണിപ്പാളി. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അങ്ങനെ സംസാരിക്കണം. വെറുതെ ചുമ്മാ നോർമൽ ടോക്സ്, ലൈക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ഓക്കെ, അങ്ങനെ സംസാരിച്ചായിരിക്കും ഞാൻ വന്ന് ഇപ്പോൾ പറയുന്നതൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോറി പറയാൻ പോകുന്നുണ്ട്, ലവ് സ്റ്റോറി. അങ്ങനെ ലവ് സ്റ്റോറിയിൽ വന്നിട്ട് ചിരിച്ചിട്ടും പിന്നെ കരഞ്ഞിട്ടും മാറ്റി മാറ്റി പറയണം. ഓക്കെ, സോ ഫസ്റ്റ് വന്ന് ഞാൻ എൻ്റെ അടുത്ത് ഒരു ലവ് സ്റ്റോറി എൻ്റെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ചിരിച്ചിട്ടേ പറയും. ഞാൻ പറഞ്ഞത് എനിക്കത്ത ഒരു ചിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത്ര 25 വയസ്സുണ്ട്. നീ പെണ്ണിന് വേണ്ടി ചോദിക്കണം മോശമല്ലേ? നീ എൻ്റെ ഒപ്പം വാ, ജിമ്മി ശരി ഞാൻ സെറ്റാക്കി തരാം. ഇപ്പോൾ വന്ന് നന്നായി ചിരിച്ചിട്ട് പറയണം, പിന്നെ കറന്നിട്ട് പറയണം, മാറ്റി മാറ്റി. എന്നെ നല്ലോണം വിശ്വസിച്ചിട്ടൊക്കെ നിൽക്കാനുണ്ടാവും. ഞാൻ തമാശക്ക് പറഞ്ഞടാ. എടാ ഇത് കഷ്ടമായില്ല. നീയേ ഇതൊക്കെ ഒന്ന് തുടച്ചേ. നീ ഇതൊക്കെ ഒന്ന് തുടക്കടാ. എടാ എന്താന്ന് വെച്ചാ ചെയ്യാടെ, നീ കാര്യം പറ എന്നിട്ട് കരാ. എടാ നീ എന്താണെന്നെങ്കിൽ കാര്യം പറ, അല്ലെങ്കിൽ കരാ, അല്ലെങ്കിൽ ഞാൻ പോട്ടെ വീട്ടില്. എടാ ഞാൻ ഫസ്റ്റ് ടൈം എവിടെ വെച്ച് കണ്ടാന്ന് അറിയാമെന്ന് എനിക്ക്. നിനക്ക് അവളെ അവിടെ വെച്ചാൽ ഫസ്റ്റ് കണ്ടെന്ന് അറിയോളാ? എനിക്ക് അവളെ തന്നെ അറിയാൻ പാടില്ല. നീ ഫസ്റ്റ് അവളെ കണ്ടു പറയണം, നീ കാര്യം പറ. ഹോസ്പിറ്റലിൽ വെച്ചാണ് അവളെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലവ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് തോന്നി. എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് ശ്രേയ. എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് ശ്രേയ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഞാനപ്പോൾ എൻ്റെ ഹാർട്ട് അവളുടെ അടുത്ത് തന്നുടാ. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഹാർട്ടില്ലടാ. ഞാൻ എൻ്റെ ഹൃദയം ഞാൻ അവൾക്ക് കൊടുത്തടാ. എനിക്ക് ഹൃദയമില്ല. കൈ വെച്ച് നോക്കടാ, കൈ എടുത്ത് വെച്ച് നോക്കുക, കൈ പിടിച്ച് വെച്ച് എനിക്ക് ജസ്റ്റ് ഒന്നും പോരട്ടെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഹൃദയം നോക്ക്, ജസ്റ്റ് നോക്ക്, ഹൃദയം നോക്കുന്നുണ്ട്. ആൾക്കാരെന്താ വേറെന്തെങ്കിലും വിചാരിക്കണം. ഇപ്പം ഞാൻ ഹാർട്ടില്ലാണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഹാർട്ട്ലെസ് ആയിട്ട്. ഇപ്പം ഞാൻ ഹാർട്ട്ലെസ് ആയിട്ടാണ് നിങ്ങളുടെ സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയം നല്ലതുകൊണ്ട് ശ്രേയാണ്. എത്ര കണ്ടാ തന്നെടാ. ശ്രേയയുടെ നീ കണ്ണ് കാണണം, അവളുടെ കണ്ണ് നീ കാണണം. അത്രയ്ക്കും മനോഹരമായ കണ്ണാണ് അവളുടെ. നീ ഫോട്ടോ കാണിച്ച ഫോട്ടോ എൻ്റെ കണ്ണിന് തന്നെ ഉണ്ടല്ലോ. നീ എന്തിനാണ് ആ ഫോട്ടോ എടുക്കണം? അത് എൻ്റെ കണ്ണിൽ തന്നെ ഉണ്ട്. അവള് പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കണം? ഞാൻ അമ്പലോടാ, നീ മറ്റേതാണ്. ഞാൻ അവളുടെ കൂടെ സംസാരിച്ച് 4 ദിവസങ്ങളായിടാ. ഞാനിപ്പോൾ അവളോട് സംസാരിച്ചിട്ട് 4-5 ദിവസമായിട്ടാണ് സംസാരിച്ചിട്ട്. അവള് ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. നോക്കി നീ വേണം നേരിട്ട് പോയി കാണാം. ശരി, നിന്നടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ ഞാൻ വരാം. ഇപ്പം ഇത് സീരിയസ് മാറ്ററാണ്. എനിക്ക് നീ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മാത്രം എടുത്തു വെച്ചോ. എന്തൊക്കെ പറയണോ അതൊക്കെ നീ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറയും. എനിക്ക് നിങ്ങളൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. എനിക്ക് നീ അത് ഹെൽപ്പ് എനിക്ക് ചെയ്യണം എന്തായാലും. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ കൊച്ചിയിലെ എവിടെയെങ്കിലും ഒന്ന് ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റ് കിട്ടൂടാ. എനിക്ക് അവളെ ഒന്ന് സ്റ്റേ ആക്കാൻ ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റ് കിട്ടൂടാ. അല്ലടാ, അവൾക്ക് അവിടെ സ്റ്റേ ചെയ്യണം. ഞാനേ വീടായിട്ട് മതിയാ.
ഫ്ലാറ്റൊന്നും കിട്ടില്ല, വീടാരുണ്ട്. നിനക്കായിട്ട് ഫ്ലാറ്റൊക്കെ അറിയാൻ നിർത്തണം തോന്നുന്നുണ്ടാ? വീട് തെറ്റി തരാം. എടാ ഒരു 1 BHK അപ്പം എത്ര വരും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 1 BHK എത്ര വരും? ഒരു ഐഡിയ കാര്യം ചെയ്യും, നീ വേണമെങ്കിൽ 10 രൂപ എന്നാൽ വീടിൻ്റെ റൂമും ഫുഡ് സെറ്റ് ചെയ്താൽ പോലെ. സീരിയസ് മാറ്റേടാ, സീരിയസ് ആയി സംസാരിക്കില്ല. സീരിയസ് മാറ്റർ പറയണതിൻ്റെ പൊട്ടം കളിക്കലുണ്ട്. സീരിയസ് ആയിട്ട് പറയുന്നത്. ബ്രോക്കർ ഉണ്ട്, എനിക്ക് പരിചയക്കാരനാണ്, പുള്ളിനെ വിളിക്കാം, സെറ്റ് ചെയ്ത് തരും. എത്ര രൂപ വരും? എത്ര വരും ഒരു അഡ്വാൻസ് കൊടുക്കണം 3 മാസം പൈസ. 50 രൂപ. 50 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10 രൂപക്ക് ചവിട്ടി പിടിക്കാം. അപ്പൊ ആ പൈസ നീ തന്നെ റെഡിയാക്കണം. ഫാൻസിനെ കൊണ്ടുപോകാറിയോ? ആ പൈസ നീ ഞാൻ റെഡിയാക്കണം. പോയടാ, അതാ എൻ്റെ അടുത്ത് പൈസ ഇല്ല. നീ ആലോചിച്ച് നോക്കിയാ പെണ്ണിനെ കൊണ്ടുവന്നു, നീ ആ ഫുഡ് വാങ്ങണം, പെണ്ണിനെ നോക്കണം, ഡ്രസ്സ് വാങ്ങണം, നിനക്ക് പൈസ ഇല്ലിട്ട് നീ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കും. ആ പിന്നെ നീയല്ലേ എനിക്ക് സഹായിക്കാനായിട്ടുള്ളത്, വേറെ ആരാണെനിക്കുള്ളത്. നീ ഒരു കാര്യം ചെയ്യും, നീ അതൊരു പണിക്കോ. അതൊന്നും ഞാൻ ഇവിടുത്തെ ഹെൽപ്പ് വേണം പറഞ്ഞതിൻ്റെ. ഇതൊന്നും ഇല്ലാണ്ട് നീ പെണ്ണിനെ കൊണ്ടുവന്നതിനാ നീ പെട്ടു പോട്ടുള്ള കാര്യം പറയാം. എടാ 1 BHK അപ്പാർട്ട്മെന്റ് പൈസ ബാക്കി നീ സെറ്റ് ചെയ്യും. പൈസ നീ സെറ്റാക്കിയിട്ടുണ്ട്. സമയം കുറവായി തന്നെ ഉണ്ട്. സമയം കുറവാണ്, സമയമില്ല ഇനി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ക്രെഡിറ്റ് കാർഡ് തരാം, നീ അത് വെച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യും. തിരിച്ചാണ് ഒരു മാസം തിരിച്ച് 4 hours തന്നെ 4 hours തന്നെ ഉണ്ട്. നാളെ അവിടെ തന്നെ ഉണ്ട്. ആകെ 4 മണിക്കൂറുള്ളൂ സമയം. 4 മണിക്കൂറത്തേക്ക് റൂം എടുക്കണം. 4 മണിക്കൂറുള്ളൂ. അതിന് മുമ്പ് നമ്മൾ സെറ്റാക്കണം പൈസ. അതാണ് 4 മണിക്കൂറാ അവളവിടെ പോകും. അതാണ് പ്രശ്നം. 4 മണിക്കൂർ ഞാനിവിടെ നിന്ന് പൈസ ശരിയാക്കണത്. 4 മണിക്കൂർ എന്ത് പറ്റും? 4 മണിക്കൂർ എന്ത് പറ്റും? മറ്റേ ചിക്കൻ എടി പൈസ പോലെ പൈസ സെറ്റ് ചെയ്യാം, പൈസ സെറ്റ് ചെയ്യാം, പൈസ സെറ്റ് ചെയ്യാം. നീ ബാക്കി എന്താന്ന് വെച്ചാൽ റൂം പൈസ എടാ ഇപ്പോ വീട്ടിലേക്ക് വാങ്ങിക്കാൻ തിങ്സ് ഒക്കെ എത്ര വരും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പറടാ. വിളിക്കാം. വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എത്ര രൂപ വേണം? ഫസ്റ്റ് ബെഡ് വേണം, ഫസ്റ്റ് ബെഡ് വേണം, പിന്നെ ഒരു TV, TV, പിന്നെ ഫ്രിഡ്ജ്, സ്റ്റൗവ, സ്റ്റൗ, എല്ലാം വേണം. നമ്മളിപ്പോ ഒരു വീട്ടിലോട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ വേണോടാ. കാരണം എന്താണ് ഈ പറയണത്? ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോലും വാങ്ങാറുണ്ട്. ഞാൻ നിനക്ക് വാങ്ങി തന്നെ. എനിക്ക് ഒരു 4 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ പൈസ വേണം. 1 lakh 2 lakh റെഡി ചെയ്ത് തന്നെ ആവണം പ്ലീസ്. എടാ എനിക്കൊരു 4 മണിക്കുള്ളിൽ എനിക്കൊരു 1 lakh വേണം. എനിക്ക് ആ പരിപാടിയല്ലെന്ന് നീ എന്നൊരു വഴി പറഞ്ഞ 4 മണിക്കൂറിൽ 1 ലക്ഷം ഒപ്പിക്കാൻ പറ്റുക. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ പറഞ്ഞ എന്തിനും ചെയ്യും. എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ചെയ്യാം. ബാങ്ക് കൊള്ളടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അത് നീ ആദ്യം പറഞ്ഞ പെണ്ണ് വേണോ, പിന്നെ ഫുഡ് വേണോ, വേറെ പൈസ വേണോ, എന്താണ് നിനക്ക് വേണ്ടത് അത് പറ. ഞാൻ പറയുന്നിടത്ത് ഞാൻ പറയാടാ, എന്താന്ന് പറയാ. പക്ഷെ എനിക്ക് കുറച്ച് നെർവസ് ആയിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കവിടെ നിൽക്കും സൈഡിൽ. എടാ ഞാൻ നിൻ്റെ അടുത്ത് എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ കുറച്ച് നെർവസാണ്. ഞാൻ എന്തായാലും നിൻ്റെ അടുത്ത് ഞാൻ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വാങ്ങിച്ചതാടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വാങ്ങിച്ചാടാ. ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്ന വാങ്ങാൻ പറ്റി. നല്ല വിശപ്പുണ്ടോ? അങ്ങനെ എന്താ വെച്ചാൽ പറയുന്ന ആള് വരണ്ടേ? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യും. അങ്ങനെ ആ പാട്ട് കേട്ട് ഡാൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അങ്ങനെ ഡാൻസ് ചെയ്യും. ഓക്കെ? നെർവസ് ഇരിക്കുന്നപ്പോൾ വെറുതെ സംസാരിക്കും. നെർവസായിട്ട് കൈയൊക്കെ നോക്കി എത്ര ഷിവറാവുന്നുണ്ടെന്ന്. നിന്റെ കൈയൊക്കെ കണ്ട, കൈ കണ്ട, ഇറക്കണ്ട, ഷിവറാവണ്ട. പറ്റുള്ള ഞാനതൊന്നും കഴിച്ചിട്ടില്ലേ? നമുക്ക് പറയാം, നീ ആളെ കൊണ്ടുപോവാ. എൻ്റെ ഹാർട്ട് ഷേ ആയിട്ട് എടുത്തിട്ടാ. ഹാർട്ട് നോക്കടാ ഭയങ്കര. ഈ പാട്ടൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടറിയോടാ. എടാ ഈ പാട്ട് കേട്ടാ, ഈ പാട്ട് കേട്ട എനിക്ക് അവളാണ് ഓർമ്മിക്കുന്നത്. ഞാനും അവളും കൂടി എത്ര പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കേട്ട പാട്ടാന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അവളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ
അവളാണ് ഇമ്പോർട്ടൻ്റ് പറയുമ്പോൾ നീ എന്താണ്ട് ഒരു സീരിയസ്നെസ് ഇല്ലാത്തോണ്ടിരിക്കണം. എനിക്കൊരു സെക്കൻഡ് എനിക്ക് ഫുഡല്ലേ പറയാ വരും. ഒരു സെക്കൻഡ് എനിക്കിടാ ഇവിടെ വാ ഞാൻ പറയാം. ഒരു സെക്കൻഡ് എടുക്കുക വാടാ, ഡാൻസ് എടുക്കാൻ കൂടെ വാടാ. എഴുന്നേക്കടാ, എടാ ഞാൻ നെർവസ് ആയിട്ടാ. വാടാ ഇവിടെ വാടാ. ഞാൻ നെർവസാടാ, വാടാ. ഒരു ഹഗ് ചെയ്തിട്ട് എനിക്ക് നെർവസ്നെസ് പോണംടാ. നിന്റെ ഹാർട്ട് ബീറ്റേ കേൾക്കുന്നില്ലല്ലോ. ഹാർട്ട് എവിടെയാ? നിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ള നിന്റെ ഹാർട്ട് എവിടെയാണ് നിന്റെ? ഞാനിവിടെ പറഞ്ഞില്ല, ആൾക്കാർ വേറൊന്നും വിചാരിക്കുന്നു. നീ അവിടെ തിരുന്നേ ഡാൻസ് എടുക്കണം. നെർവസ്നെസ് പോണംടാ പ്ലീസ് ഡാ. എടാ എൻ്റെ നെർവസ്നെസ് പോകണോടാ, ഡാൻസ് കളിക്കുന്ന എൻ്റെ കൂടെ. ഡാൻസ് കളിക്കടാ. എന്താടാ ചെയ്യുന്നത്? ഇതാണ് ഡാൻസ്. ആൾക്കാർ കപ്പളാന്നിരിക്കോട്ടെ, നിന്റെ നിർവസം മാറ്റാൻ വേണ്ടി മാത്രം പോരെ. കഫേയിൽ ഇറങ്ങി വിളിക്കും, ചേട്ടാ വേറെ എന്തെങ്കിലും പാട്ട് കിട്ടും ചേട്ടാ. ചേട്ടാ വേറെ എന്തെങ്കിലും പാട്ട് കൂടെ കേട്ടോ. കുറച്ച് പറടാ. ഫുഡ് കൊണ്ടുവരാൻ പറ, എന്നിട്ട് നീ മുമ്പോട്ട് പറയടാ ഒന്ന് പാട്ട് മാറ്റാൻ. കാണാനുള്ള ഞാൻ നീ തന്നെ റേഡിയോ കൊണ്ടുപോയി മാറ്റുവാണെങ്കിൽ ഞാൻ ഫോൺ തരാം. ഞാൻ ഇവിടെ ഇങ്ങോട്ടെ കഴിഞ്ഞ ഇരുന്നിട്ട് ഡാൻസ് കളിക്കാവായിരിക്കും. ഇരുന്നിട്ട് ഡാൻസ് കളിക്കാൻ നമുക്ക്. ഇതിന്റെ മുകളിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലടാ, ഞാൻ പറയാടാ. ഇതിന്റെ മുകളിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂലടാ, ഞാൻ പറയാം. അവളുടെ പേര് ശ്രേയാടാ. അവളുടെ പേര് ശ്രേയ. പറഞ്ഞില്ല. എടാ നീ വേഗം വീട് ഒപ്പിക്കണം. എന്താന്നറിയോ? എനിക്ക് വേഗം വീട് ഒപ്പിച്ചു തന്നെ. എന്താന്നറിയോ? അതെ ഫുഡ് വന്നു എനിക്ക് എന്താണ് വേണ്ടത് ചിരി നോക്കി പറ. വെയിറ്റിൻ്റെ അടുത്ത് ചേട്ടാ നിങ്ങള് ലവ് ചെയ്തിട്ടുണ്ടോ? ചേട്ടാ നിങ്ങളാരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ ചേട്ടാ? എടാ ഹിന്ദിയിൽ പറഞ്ഞേക്കടാ. എടാ നീ ഇത് പറയടാ, ഇങ്ങനെ പുള്ളിനെ കൂടി ശല്യപ്പെടുത്തല്ലേ. മലയാളിയാണ്. ഹിന്ദി. തും പ്യാർ ഉണ്ടോ? തും പ്യാർ तुझे देखा तो ये जाना सनम. ഉണ്ട് ഉണ്ട് കേട്ടാ. മേ പ്യാർ പ്രോബ്ലം. മേ പ്യാർ പ്രോബ്ലം. പ്യാർ പ്രോബ്ലം. എടാ നീ ഇത് പറയടാ, ഓർഡർ പറ, പുള്ളി പോട്ട്. ദിസ് ഫ്രണ്ട് ഹെൽപ്പ് ലൈൻ, മൈ ഫ്രണ്ട് ഹെൽപ്പ് ലൈൻ. മൈ ഫ്രണ്ട് ഹെൽപ്പ് ലൈൻ, മൈ ഹെൽപ്പ് ലൈൻ. നീ എന്തേലും പറ. നിങ്ങൾ പ്യാർ നാം ക്യാ? हमारा प्यार का नाम क्या? എന്തേലും ആട്ടെ, നീ വല്ലവരുടെ കാര്യത്തിൽ ഇടപെടണ എന്തിനാണ്? നീ ഇത് നോക്ക്. മൈ പ്യാർ നെയിം ശ്രേയ, ഹിസ് പ്യാർ നെയിം എലിസ. My प्यार name श्रेया, his प्यार name നീ ഇത് പറ. എടാ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നീയേ ഓർഡർ ചെയ്യടാ ഇമാനുവൽ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. നിങ്ങൾ ഓർഡർ ചെയ്താ. നീ ഓർഡർ ചെയ്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്റെ മൈൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താളുള്ളത്. എൻ്റെ മൈൻഡ് ഫുള്ളും ശ്രേയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത് 3 ഇതും അപ്പവും അരിപ്പത്തിരി കോമ്പോ. അടുത്തു. അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അതുകൊണ്ട് तुम्हारा प्यार എത്ര ഇയേഴ്സ് ഭയ്യ? പൊറോട്ട प्यार എത്ര ഇയേഴ്സ് ഭയ്യ? ഭയ്യ तुम्हारा प्यार എത്ര ഇയേഴ്സ്? तुम्हारा प्यार എത്ര ഇയേഴ്സ്? കണ്ട प्यार नहीं भैया, प्यार नहीं. വിടറാ പോട്ടറാ. भाई का फेस मालूम प्यार है. ഇമ്മാനുവൽ സീരിയസ് ആയിട്ട് പറയുന്നത് കേൾക്കടാ. എന്നാലും ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറയണത് കേൾക്ക്. എനിക്ക് വേഗം ഒരു 1 BHK വീട് വേണം. എനിക്കൊരു 1 BHK വീട് വേണം. തുടങ്ങിയത് ഇപ്പൊ ഷൈ ആയിട്ട് എന്താന്ന് വെച്ചാ അവൾ പ്രഗ്നന്റ് ആയിട്ടാ എന്ന് പറഞ്ഞ താളെ കൈവയ്ക്കും കിടക്കും. എന്താണെന്ന് വെച്ചാ അവള് പ്രഗ്നന്റ് ആണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റൂടാ. നീ വേറെ ആരെയും വിളിക്കടാ. അതെ സീരിയസ് ആയിട്ടാ. എടാ എടാ ഞാൻ സീരിയസ് ആയിട്ടും പറയുന്നടാ. ഞാൻ കല്യാണം ചെയ്യാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ കല്യാണം കഴിക്കാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ കൂടി നടത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വീട് വന്നിരുന്നു. നീ ബാക്കി എന്താ അതിലൊരു പ്രശ്നമുണ്ടാ. അതൊരു പ്രശ്നമുണ്ടാ. ബിക്കോസ് ആ കുട്ടീനെ ഓൾറെഡി കല്യാണം കഴിഞ്ഞു. അവളുടെ ഓൾറെഡി ആ കുട്ടിയുടെ ഓൾറെഡി കല്യാണം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം പിന്നെ നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ പിന്നെ എളുപ്പമല്ലേ അത് ഭർത്താവാണെന്നായിരിക്കൂലേ. സീരിയസ് ആയിട്ട് പറയുന്നടാ, കല്യാണം കഴിഞ്ഞു. പറയുന്നത് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്.
കല്യാണം ഭർത്താവിന്റെ ഒപ്പം ജീവിച്ചോളോടാ നീ ഒന്ന് കല്യാണം കഴിയുന്ന കുട്ടീനെ ഒരു കുട്ടിയായിടാ. അത് എന്റെ കുട്ടിയാടാ. ആ കല്യാണം അവൾക്കൊരു കുട്ടി ഉണ്ടാ, അത് എന്റെ കുട്ടിയാണ്. കൊച്ചിനൊരു കൂട്ടുകണ്ടേ അതെന്റെ കുട്ടിയുണ്ടാ. നീ ഒന്ന് ആലോചിച്ചു എന്റെ വീട്ടിൽ വളർന്ന കുട്ടിയുടെ നീ ഒന്ന് ആലോചിച്ച് നോക്കി. മര്യാദക്ക് കല്യാണം കഴിച്ച് ജീവിക്കണത് പെണ്ണ്, ഒരു പാവം ഭർത്താവ്, ഒരു കൊച്ചുണ്ട്. അതിന്റെ ഇടയ്ക്ക് കയറി പരിപാടി എടുത്തോണ്ട് എന്തേലും കാര്യം നിനക്കണ്ട. എനിക്ക് അവളെ അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലടാ. ശരി, ഞാനിവിടെ വിളിച്ചത് എന്താണെന്നറിയോ? ഈ മാറ്റർ അവൻ്റെ ഹസ്ബൻഡിനെ അറിഞ്ഞു. എൻ്റെ നമ്പർ ട്രാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എൻ്റെ ഫോൺ തരോ വിളിക്കാൻ? എടാ ഞാൻ എന്താ വിളിച്ചെന്നറിയോ നിന്ന, ഈ കാര്യം അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു. എടാ എന്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. നമ്പർ എന്നിട്ട് എന്ത് പറഞ്ഞു പുള്ളി? പുള്ളി വിഷയമാണ്, പുള്ളി കുറച്ച് സീനാണ്. എന്താ നിന്റെ അടുത്ത് എന്താ പറഞ്ഞ? എൻ്റെ അടുത്തൊന്നും പറഞ്ഞത്, അവളുടെ അടുത്താ പറഞ്ഞത്. അവൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അറിയാലോ നിനക്ക് ഓരോരോ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് വിഷയം ഇത് നീനാണ് നിന്റെ കാര്യം പോക്കാണ്. അവൾക്ക് എന്തായാലും മാറ്റി പറ്റി. ഫോൺ വാങ്ങിക്കാം അവൻ്റെ അടുത്ത്, ഞാൻ ഒരു ഫോൺ ചെയ്ത് തരാൻ. നീ ഫോൺ താ, ഞാൻ കോൾ ചെയ്ത് തരാം. എന്റെ ഇപ്പൊ ബാലൻസ് ഒന്നുമില്ല, എന്റെ ബാലൻസ് ഒന്നുമില്ല. എടാ നീ ഒന്നുമില്ലാണ്ട് വെറുതെ വന്നിരിക്കുന്നുണ്ട്, എന്താ മനസ്സിലായില്ല? നിനക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞ, ബാലൻസ് ഇല്ല, ജിപേ ഇല്ല, നെറ്റ് ഇല്ല, നീ എന്താ മതി വള്ളി പിടിച്ചു മതി ഇതെല്ലാം പോണോന്ന് പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം അത്യാവശ്യം വാങ്ങിയോട്ട് ജീവിക്കണേ. എടാ കോൾ പോകുന്ന മെസ്സേജ് അയക്കണം, മെസ്സേജ് അയക്കോ. ഹായ് ദിസ് ഇസ് യേശു. ആരുടെ നമ്പറാണ് ഇനി? ശേഷു ഞാനൊന്നുമില്ല കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കാം. നീ ഒന്ന് പോയടോ ഒന്ന്. വാട്സപ്പിലൊന്നും ഇല്ലല്ലോ ഈ നമ്പർ. ഞാനേ നോർമൽ മെസ്സേജ് അയക്കാം. ഹായ് യേശു, വേർ ആർ യു? എടാ യേശു വേറെ അറിയൂന്ന് മെസ്സേജ് ഇട്ടേക്കാൻ. ഐ മീൻ ഹിഡൻ കഫേ പറ. നീ അറിഞ്ഞ ഈഡൻ കഫേ എന്ന് പറഞ്ഞു. ഇല്ലത്താ ഞാൻ അയക്കാം പറ. ആ മെസ്സേജ് അയക്കടാ. വള്ളിക്കെട്ടോട്ട് വന്നോളൂ. എടാ എല്ലാം സെറ്റായി മെസ്സേജ് അയക്കി കാണിക്ക്. എടാ നോക്ക്, മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് 1 BHK വേണം ഇപ്പോൾ. കണ്ട എല്ലാം സെറ്റ് ആയതുകൊണ്ട് ചോദിക്കണ്ട, എനിക്ക് 1 BHK വേണോടാ. തൽക്കാലം ഒരാളുള്ള വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അത് നടക്കൂല. എടാ മെസ്സേജ് ഒന്ന് വാ. മെസ്സേജ് ഉണ്ട് കമ്മിങ് വെയിറ്റ് ചെയ്യാം, കമ്മിങ് ഹിയർ. കമ്മിങ് വേറെ ചിലപ്പോൾ ബീറെന്ന് പറഞ്ഞാ പട്ടേടാ ഹീറെന്നല്ലേ പറയുള്ളൂ. അവിടെ എവിടെയും പോണേരിക്കും. വരുവാടാ. വാട്ട് കളർ ഡ്രസ് യു ആർ വെയറിങ് ചോദിക്കുക. നിങ്ങൾ വന്നിട്ട് വെറുതെ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ മണുവിൻ്റെ കളർ ഡ്രസ്സ് പറയൂ. വാട്ട് കളർ ഡ്രസ് യു ആർ വെയറിങ് ചോദിക്കണ്ടാ. അതിപ്പോൾ ഇങ്ങനെ ചോദിക്കണത്? വേറെ ബ്ലാക്കെന്ന് ഇല്ലടാ, നിന്റെ ഷർട്ട് നല്ലതാണ്. ഗ്രേ പറയുന്നത്. നീയേ ബ്ലാക്ക് പറ. ബ്ലാക്ക് നിന്റെ ഷർട്ടാണ് നല്ലത്. നീ ബ്ലാക്ക് പറ. നീ വെറുതെ ഗ്രേ ആണ് നല്ലത്. നീ ബ്ലാക്ക് പറ കളറല്ലേ? ഇമാനുവൽ ഡ്രസ് കളർ ഗ്രേ. ഓക്കെ ഫൈൻ, ശരി. ഗ്രേ പറഞ്ഞു. ബ്ലാക്ക് ഇട്ട് കുറവ് മരിപ്പണ്ടി. നിന്നറിയാന്നേ നീ പിന്നെ കളർ ഡ്രസ് പറഞ്ഞത്. 10 minutes എത്തുന്നുണ്ടോ? 10 minutes അവിടെ പോയി. ശരി, ഇപ്പോൾ അവൾ വരും. ശ്രേയ വന്നതും വീട് സെറ്റായി എന്ന് പറയണം. ഓക്കെ എടാ ശ്രേയ വരുമ്പോ നീ പറയണം വീട് സെറ്റ് ആയിന്ന്. കേട്ടാ കേട്ടാ ഇത് പറയാ. നീ പറ, കാരണം അവൾ ആ ഒരു ഹോപ്പിലാണ് അവളിവിടെ വന്നത്. അപ്പൊ നീ പറ കേട്ടാ. ഞാൻ ചെയ്യുന്നതൊക്കെ ഇപ്പൊ കറക്റ്റ് അല്ലേ? ഐ എം നോട്ട് എ ബാഡ് ഗൈ അല്ലേ? എടാ ഞാനിപ്പോ അവിടെ നല്ല രീതിയിലിട്ടല്ലോ ഞാൻ നോക്കാറ്. 1 BHK വീട് എടുത്ത് കൊടുത്ത് അവളുടെ പ്രഗ്നൻസി ഒക്കെ ഞാൻ നല്ലോണം നോക്കണില്ലടാ. ഞാനൊരു നല്ലൊരാളല്ലേ? നീ പറ. എടാ മാനവും മര്യാദക്കും കഴിഞ്ഞ ഒരു കുടുംബം അവിടെ കുന്തളിപ്പ് കാണിച്ച നീ ഒരു ആണെങ്ങനെ പറയൂ. എന്നിട്ട് നീ മറ്റേ റൂം സെറ്റ് കൊടുക്കണോ? നീ വന്നിട്ട് പോവാൻ പറയട്ടോ. എനിക്ക് പോയിട്ട് കാര്യം. എടാ നാളെ എനിക്ക് കുട്ടി ജനിച്ചാൽ നിന്റെ പേരാണ് എനിക്ക് മണു. എടാ നാളെ എനിക്കൊരു കുട്ടി ജനിക്കണമെങ്കിൽ അതൊരു ആൺകുട്ടിയാണെങ്കിൽ അവനെ ഞാൻ മനു എന്ന് പേരിടും. അത് പെൺകുട്ടിയാണെന്നാ മനുസി നിൽക്കും. അത് പെൺകുട്ടിയാണെങ്കിൽ ഞാൻ മനുഷ്യന്ന് വിളിക്കും. നീ എന്തേലും
കേട്ടാ കാരണം എനിക്ക് നീ അത്രയൊക്കെ സഹായമാണ് ചെയ്യണത് ഈ ഒരു അവസ്ഥയിൽ. എന്താന്നാ ഇപ്പോൾ വന്നിട്ട് വിപ്പിൻ വരും. ഓക്കെ, വിപ്പിൻ വന്ന് അവിടെ പിന്നിലിരിക്കും. വിപ്പിനാണ് ഈ മെസ്സേജൊക്കെ അയച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോദിക്കുമ്പോൾ ഇവിടെ ആരാണ് യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് ഇമ്മാനുവലിനെ കാണിച്ച് ഇതാണ് യേശു എന്ന് പറയണം. ഓക്കെ, ഗ്രേ ഷർട്ട് ഇവനാണ് യേശുദാസ്, ഇവനാണ് ശ്രേയാണ് ലവ് ചെയ്യുന്നത്, ഇവന്റെ കുട്ടിയാണ് അതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എസ്കേപ്പ് ആകണം. അതാണ് പ്ലാൻ. ഓക്കെ, ഇമ്മാനുവൽ യേശുദാസ്. ഇപ്പൊ അറിയില്ല നിനക്ക്. എടാ വാ ഇവൻ തന്നെ. നീ തീർന്നടാ, നീ തീർന്നു. ഈ മെസ്സേജ് അയച്ചേക്കണ്ടേ? ഈ ചാറ്റ് വിളിക്കാനും ഫോൺ ചെയ്യാനും ചെയ്യുമ്പോൾ ഏത് നേരവും എൻ്റെ വൈഫിനെ തന്നെ കിട്ടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഞാനാണ് റിപ്ലൈ തന്നെ എന്നുള്ളത് നിനക്ക് മനസ്സിലായി. അത് ഈ മെസ്സേജ് ഈ 9655 ആറ് നമ്പറാണ്. ഈ എൻഡിൽ 9655 വരുന്ന ആറ് നമ്പറാണ്. അവനോടിയത് നമ്പർ ഫോൺ ആരുടെ വിളിച്ചതാരാ മെസ്സേജ് അയച്ചതാരാ ഇതൊക്കെ ചെയ്തതാരാ? എന്നിട്ട് നീ പറഞ്ഞ അവൻ നിനക്ക് വല്ല ബോധമുണ്ടോ നീ ആർക്കാണ് അയച്ചിരുന്നത്? എത്ര ദിവസമെന്നറിയോ നിന്നെ തപ്പി കിടക്കണേ? നിനക്ക് മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ? നീ എവിടെയാണ് എന്ത് ഡ്രസ്സ് ഇട്ടാ വന്നേക്കണെന്ന് വരെ ചോദിച്ചു. കറക്റ്റ് ഡ്രസ്സ് ഇതല്ലാണ് ഇതല്ലാണ് ഡ്രസ്സ്. എന്നിട്ട് പറയണോ കേട്ടോ അവനല്ലാതെ എടുക്കണം. നിന്റെ ഫോൺ എടുക്കണം. നിന്റെ ഫോൺ ഏത് ക്യാമറ? ഇവിടുത്തെ CCTV നോക്കുന്നത് എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ ഫോൺ. നീ ഇപ്പം മെസ്സേജ് അയച്ച ആറ് നമ്പറിലേക്കടാ എടുക്കണം. നീ ഇപ്പം ആറ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചത് ഇവൻ പറഞ്ഞേട്ടാ. ഇവൻ അയച്ചിട്ട് ഇവൻ പറഞ്ഞ ക്യാമറ നോക്കാൻ. എനിക്കതാണ് പണി. ഇവനിനി മേലാലി ഇനി അവൻ ഒരാളുടെ. ഫൈനലി നമ്മളുടെ ഇമാനുവൽ പാവം അവിടെ വന്നിട്ട് ഒരു പോലെ പണിപ്പണി ചമ്മിപ്പോൾ കിടക്കുന്നുണ്ട്. യേശുദാസിൻ്റെ അടുത്ത് പോയിട്ട് ഒറിജിനൽ യേശുദാസിൻ്റെ അടുത്ത് പോയിട്ട് തരാം നമ്മൾ. ഇവിടെ ഇവനാണെന്നേ. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവനല്ല. അവന് യേശു അല്ല. അവൻ പറയണില്ല ദൈവത്തിൻ്റെ പേര് കളയാനായിട്ട് ഇമാതിരി പരിപാടി ചെയ്തിട്ട് അവൻ്റെ പേര് യേശു എന്നാണ്. പേടിച്ചാ പണിപ്പാളി. സോ ഇന്ന് നമ്മളുടെ ഇമാനുവൽ ഇനി ആ വൈബ്രേഷൻ പുറത്തൊന്നുമില്ലാന്ന് തോന്നുന്നു. ഒക്കെ ഒരു ഷുവറാകുന്നുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ഇമാനുവൽ വന്നിട്ട് കുറച്ച് ചമ്മിപ്പോയിരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെയോ? ആൾ ഗുഡ് അല്ലേ? കുറച്ച് സൂപ്പർ വെരി നൈസ് ആക്ടിങ് സൂപ്പർ. ആൻഡ് യേശുദാസ് ശരിക്കും പറഞ്ഞ സൂപ്പറായി നമ്മൾ പറഞ്ഞ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യേശുദാസിന്റെ? ഓക്കെയോ? 5,000 rupees നിങ്ങളെ വന്ന് പെട്ടി വെച്ചു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ ഓൾറെഡി മാരീഡ് എന്നൊക്കെ പറയുമ്പോൾ ടെൻഷനായി. പക്ഷെ നിങ്ങളുടെ ബ്ലാക്ക് ചിക്ക് എങ്ങനെയുണ്ട്? എൽസാ മറിയല്ലേ? ശരിക്കുള്ള ഗേൾ ഫ്രണ്ട് ഇപ്പോൾ പേടിക്കല്ലേ? ഓക്കെ, ഫൈനലി ബട്ട് വാട്ട് എവർ ഇന്നത്തെ എപ്പിസോഡിൽ 5,000 rupees നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തന്നു. ഈ പൈസ ഫുൾ നിങ്ങൾക്ക് എടുത്തോളൂ. ബിക്കോസ് നിങ്ങൾ എന്നിട്ട് കഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ചേർന്ന് പണിപ്പാളി എന്ന് പറയാമല്ലോ. ഓക്കെ, സോ ഇന്നത്തെ പണിപ്പാളി എപ്പിസോഡിൽ നമ്മളുടെ യേശുദാസ് നമ്മളുടെ ടീമായിരുന്നു. അവരുടെ ഫ്രണ്ട് മണൊന്ന് പ്രാങ്ക് ചെയ്തു. മണം പാവം അങ്ങനെ വളരെ സോഫ്റ്റായ ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. ബാങ്കിൽ പണി ചെയ്യുന്ന കുട്ടിയാണ്. ചമ്മി പോയി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, വാട്ട് എവർ. ഫൈനലായിട്ട് അവർ 5,000 rupees ക്യാഷ് പ്രൈസ് വിൻ ചെയ്തു. ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ വന്ന് ഇങ്ങനെ പണിപ്പാളി ചെയ്യാൻ വേണ്ടിയെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ സൂര്യ മ്യൂസിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ മതി. നമ്മുടെ ടീം അവിടെ വരും, നിങ്ങളുടെ ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് ഒരു സൂപ്പറായ എപ്പിസോഡ് നിങ്ങൾ കാണാൻ വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം രാകേഷ്. ഇത് പണിപ്പാളി.